അല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടി കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം വായിക്കാം. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാമത്തെ വാക്യം. വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അനുഗ്രഹിക്കപ്പെട്ട നല്ല വചനത്തിനായി ഞാൻ ദൈവസന്നിധിയിൽ സ്തോത്രം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ വചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് കൊലോസ്യ സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ പറഞ്ഞ യേശുവിൻ്റെ ക്രൂശീകരണവുമായി ബന്ധപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മനുഷ്യനെ ക്രിസ്തു നിമിത്തം അടുപ്പിക്കുന്ന ഒരു ഭാഗമാണ് നമുക്കവിടെ വായിക്കുവാൻ കഴിയുന്നത്. അവിടെ കാണുന്നത് ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം, ക്രൂശും ക്രിസ്തുവിൻ്റെ രക്തവും നമ്മുടെ വിമോചനത്തിനു വേണ്ടി ദൈവം വേർതിരിച്ച രണ്ട് സ്ഥലങ്ങളാണ്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ, ക്രൂശിനാൽ, കർത്താവിൻ്റെ ക്രൂശിനാൽ നമുക്ക് ലഭിച്ച വിടുതൽ ശ്രേഷ്ഠമാണ് എന്ന് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ വ്യക്തതയോടുകൂടെ പറയുകയാണ്. അതിൻ്റെ 19-ാമത്തെ വാക്യം മുതൽ ഇങ്ങനെയാണ് കാണുന്നത്: അവനിൽ സർവസമ്പൂർണതയും വസിപ്പാനും അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനം ഉണ്ടാക്കി, ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. അവിടെ നോക്കുക, അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാൻ. ആരെ കൊണ്ട്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിനെ കൊണ്ട് തന്നോട് നിരപ്പിക്കാൻ ഒരു നിരപ്പിൻ്റെ ശുശ്രൂഷയാണ് അവിടെ കാണുന്നത്. ആരുമായുള്ള നിരപ്പാണ്? പിതാവായ ദൈവവുമായുള്ള ഒരു നിരപ്പ്. പൗലോസ് വ്യക്തതയോടുകൂടെ പറയുകയാണ്, തന്നോട് നിരപ്പിക്കേണ്ടതിന് അവൻ്റെ ക്രൂശു മരണത്താലും ക്രൂശിൻ്റെ രക്തം കൊണ്ടും നമുക്ക് വിടുതൽ ലഭിച്ചു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം ഇന്ന് രാവിലെ വിശ്വസിക്കാമോ? യേശുവിൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്കൊരു വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശിൽ നമുക്ക് വേണ്ടി അടിപ്പിണരുകളാൽ ഒഴുക്കിയ രക്തം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു വിടുതൽ ദൈവം ഒരുക്കി വച്ചിരിക്കുകയാണ്. നമുക്കറിയാം, 39 അടി നമ്മുടെ കർത്താവ് ഏറ്റുവാങ്ങി. യേശുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ എങ്ങനെയാണ് കാണുന്നത്? ഈ കുതിരയുടെ വാലുകൊണ്ട് ചേർത്തുണ്ടാക്കി പിന്നിക്കോർത്ത ചാട്ട കൊണ്ട് ഈ ക്രൂശു മരണത്തിന് മുമ്പ്, ക്രൂശിക്കുവാനായി യേശുവിനെ കൊണ്ടുപോകുന്നതിന് മുമ്പ് യേശുവിനെ ക്രൂശുമെടുപ്പിച്ചുകൊണ്ട് ചാട്ട കൊണ്ട് അടി കൊടുത്ത് കർത്താവിനെ കൊണ്ടുപോകുന്ന ഒരു ഭാഗം നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ കഴിയും. പീലാത്തോസിൻ്റെ കൽത്തളങ്ങളിൽ യേശു കർത്താവിനെ അടിച്ചു. അവൻ്റെ കൈകൾ ബന്ധിച്ചു കുനിച്ചു നിർത്തി ക്രിസ്തുവിനെ അടിച്ചു, മുറിവേൽപ്പിച്ചു എന്നാണ് അവിടെ കാണുന്നത്. ആ മുറിവേറ്റ കാരണത്താൽ എന്ത് ചെയ്യുന്നു? 39 അടി യേശുവിനെ അടിച്ചു. 39 അടി അടിച്ച് നിർത്തി. അതിനാണ് പടയാളികൾ എണ്ണി അടിച്ചത്. 1, 2 എന്ന് പറയുമ്പോൾ അവന് എണ്ണി അടിച്ച് 39 അടി. കാരണം യഹൂദൻ്റെ നിയമം അനുസരിച്ച്, റോമൻ നിയമം അനുസരിച്ച് 40 അടി അടിച്ചാൽ അവനെ പിന്നെ വിട്ടയക്കണം, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റുകയില്ല. അവനെ ക്രൂശിക്കാനോ വേറൊരു ശിക്ഷ കൊടുക്കാനോ പറ്റില്ല. 40 അടി അടിച്ചാൽ അവനെ വിട്ടയക്കണമെന്നാണ് അവരുടെ പശ്ചാത്തലം പറയുന്നത്. എന്നാൽ യേശുവിന് മാക്സിമം അടി കൊടുക്കാനായി 39 അടിയെ കൊണ്ട് നിർത്തി. നോക്കുക, കണ്ടം ഉഴുതുമറി, യെശയ്യാപ്രവാചകന്റെ പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്, കണ്ടം ഉഴുതുമറിക്കുന്ന പോലെ, കലപ്പ വെച്ചുകൊണ്ട് കണ്ടം ഇളക്കി വെക്കുന്നത് പോലെ ക്രിസ്തുവിൻ്റെ ശരീരം ഇളക്കി മറിച്ചു. ആ കർത്താവിൻ്റെ ശരീരത്തെ കീറി മുറിച്ച് ആ ചാട്ട കൊണ്ട് അടിച്ച്, ശക്തിയേറിയ ഭാരമേറിയ ചാട്ട കൊണ്ട് കർത്താവിനെ അടിക്കുമ്പോൾ ആ ചാട്ട ക്രിസ്തുവിൻ്റെ ശരീരത്തെ ചുറ്റും
അത് വലിച്ചെടുക്കുമ്പോൾ മാംസങ്ങൾ ഇളകി വരും അസ്ഥിയിൽ നിന്ന്. ഇതടുത്തുള്ള വെള്ളത്തിൽ മുക്കി, ഈ ചാട്ട വെള്ളത്തിൽ മുക്കിക്കഴിയുമ്പോൾ ഈ വെള്ളം രക്തവെള്ളമായി മാറുകയാണ്. ഈ വെള്ളത്തിൽ ആമെ കൈ കഴുകി പീലാത്തോസ് പറഞ്ഞൊരു ഭാഗമുണ്ട്, ഈ രക്തത്തിൽ എനിക്ക് എന്തില്ല, പങ്കില്ല എന്ന് പറയുന്നു. ആമൻ ആ രക്തത്തിൽ കൈ കഴുകി പങ്കില്ലെന്ന് പീലാത്തോസ് പറഞ്ഞ് അവനെ വിട്ടയക്കുമ്പോൾ ആമെ ക്രൂശിക്കാൻ വിധിക്കപ്പെട്ട ക്രിസ്തുവിനെ ക്രൂശ് മരണം എടുപ്പിച്ച് എൻ്റെയും നമ്മളുടെ പാപത്തിൻ്റെ പരിഹാരത്തിന് ദൈവത്തിങ്കിലേക്ക് നമ്മെ നിരപ്പിക്കേണ്ടതിന് അകന്നുപോയ നമ്മെ, ഏദൻ ദമ്പതികൾ പാപം ചെയ്തപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനോ ദൈവത്തിങ്കിലേക്കുള്ള സന്തോഷം അനുഭവിക്കുവാനോ കഴിയാതെ ആ ദൈവത്തിൽ നിന്ന് ജനത്തെ പിശാച് അകറ്റിക്കൊണ്ടുപോയി. അവിടെ വലിയൊരു വിടവ് സംഭവിച്ചപ്പോൾ ആ വിടവിലേക്ക് ക്രിസ്തു ഇറങ്ങി വരികയാണ്. ഇന്ന് രാവിലെ ശ്രദ്ധിക്കണം, ക്രിസ്തുവിൻ്റെ മക്കളായിരിക്കും നമ്മൾ. പാപം ചെയ്ത കാരണത്താൽ നമ്മെ പിതാവിൽ നിന്ന് അകറ്റിക്കളഞ്ഞോ ദുഷ്ടപിശാചിൻ്റെ ഇടയിൽ യേശു കർത്താവ് ഇറങ്ങി വന്ന് തൻ്റെ ശരീരം ക്രൂശിൽ കൊടുത്തുകൊണ്ട്, രക്തം ക്രൂശിൽ ഒഴിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പിതാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നിരപ്പ് പ്രാപിപ്പിച്ച ദൈവത്തിൻ്റെ കരുണ, ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് എന്തുണ്ടായി, സമാധാനമുണ്ടായി എന്ന് വേദപുസ്തകത്തിൽ പറയുകയാണ്. ഇന്ന് രാവിലെ എത്ര വിശ്വസിക്കുന്നു എനിക്ക് സമാധാനമുണ്ടാകുവാൻ, നഷ്ടപ്പെട്ടു പോയ സന്തോഷം തിരികെ തരാൻ, നഷ്ടപ്പെട്ടു പോയ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ ഉടുപ്പിക്കുവാൻ, വസ്ത്രം ഉടുപ്പിക്കുന്ന പോലെ എന്നിൽ സമാധാനം ഉടുപ്പിക്കുവാൻ ക്രിസ്തു എനിക്ക് വേണ്ടി ക്രൂശിൽ രക്തം ചൊരിഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇന്ന് പകൽ ഈ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്നതെന്ന് തിരിച്ചറിയുന്ന ദൈവജനത്തിനായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഈ ഞായറാഴ്ച പകൽ ചിലതിനെ നോക്കി പരിശുദ്ധാത്മാവിൽ ഞാൻ ദൂത് കൈമാറുകയാ. ആമേ, പിശാച് സമാധാനത്തെ എടുത്തു കളയുമ്പോൾ ക്രിസ്തു സമാധാനത്തെ ഉളവാക്കുകയാ. ക്രിസ്തുവിൻ്റെ സമാധാനം നമ്മുടെ ഉള്ളിൽ വരുമ്പോൾ നമ്മൾ ജയാളികളായി മാറുകയാ. നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കുകയാ. അത് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. അപ്പോൾ നോക്കുക, ക്രൂശിലെ രക്തത്താൽ നമുക്കെന്തുണ്ടാകുന്നു? സമാധാനമുണ്ടാകുന്നു. സ്തോത്രം. ഇന്ന് മനുഷ്യൻ സമാധാനത്തിന് വേണ്ടി നെട്ടോട്ടം ഓടുകയാണ്. അല്പസമാധാനം ലഭിച്ചിരുന്നെങ്കിൽ കൊള്ളാമെന്ന് പറഞ്ഞുകൊണ്ട് നേർച്ച സ്ഥലങ്ങളിലും പുണ്യസ്ഥലങ്ങളിലും മലകളും താഴ്വരകളും കയറി ഇറങ്ങി ആമേൻ പണം മുടക്കിയും സമയം കളഞ്ഞും നെട്ടോട്ടം ഓടുകയാണ്. എന്നാൽ യേശു കർത്താവ് പറയുന്ന രക്തത്താൽ നമുക്ക് എന്നേക്കും കാൽവറിയിൽ ഒരു സമാധാനം കർത്താവ് ഒരുക്കി വച്ചിരിക്കുന്നത് കൊണ്ട് നമ്മൾ തകർന്നവരല്ല പ്രിയരെ, നമ്മൾ ഉടഞ്ഞുപോയവരല്ല. നമ്മളിൽ ദൈവത്തിൻ്റെ കരുതലും കൃപയും ഉള്ളതുകൊണ്ട് ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ഇന്ന് പകൽ വിശ്വസിക്കണം, ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട്, ക്രിസ്തുവിൻ്റെ സമാധാനം എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് കൊണ്ട് എന്നെ തകർക്കുവാനൊരു ശക്തിക്ക് കഴിയുകയില്ല എന്ന് ആത്മാവിൽ നിങ്ങൾ തിരിച്ചറിയുന്നെങ്കിൽ അവിടെയാണ് ദൈവത്തിൻ്റെ പദ്ധതി വെളിപ്പെടുന്നത്. ഇന്ന് രാവിലെ ഞാൻ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ വചനം അവിടെയാണ്. ആമേ, ക്രൂശിൻ്റെ ശക്തി നമുക്ക് വിടുതൽ നൽകുക എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ വിടുതൽ, ഒന്നാമത്തേതായ പ്രതിഫലം എന്ന് പറയുന്നത് ക്രൂശിൻ്റെ ശക്തി കൊണ്ട് നമുക്ക് ലഭിച്ചത് ആമേ സമാധാനമാണ്. യേശു ക്രൂശിൽ കയറി കഷ്ടമനുഭവിച്ചു. എടുക്കാൻ കഴിയാത്ത ഭാരമേറിയ പച്ചമര കുരിശുമായി തടിയുമായി യേശു കാൽവറിയോളം നടന്നു നീങ്ങി. ആ ക്രൂശിൻ്റെ മരണത്താൽ നമുക്കെന്ത് ലഭിച്ചു? സമാധാനമുണ്ടായി. നമ്മുടെ ഭവനത്തിന് ചുറ്റും താമസിക്കുന്ന നമ്മുടെ ഇടയിൽ സമാധാനം നഷ്ടപ്പെട്ട അനേക കുടുംബങ്ങൾ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം ഇന്നലകളിൽ നൽകിയ ആ സന്തോഷവും സമാധാനവും യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ മരിച്ചത് കൊണ്ടാണ്. വിശ്വസിക്കുന്നെങ്കിൽ വാ തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. യേശു നമുക്ക് വേണ്ടി മരിച്ചത് കൊണ്ട് നാം ആ സന്തോഷവും സമാധാനവും തിരിച്ചറിയുന്നത്. അങ്ങനെയെങ്കിൽ ക്രൂശിൻ്റെ ശക്തി എവിടൊക്കെയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാം. എഫ് എസ് ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം കൂടെ വായിക്ക്. അവിടെ വ്യക്തതയോടുകൂടെ പറയുന്ന ഒരു വാക്യമുണ്ട്. എഫേസ്യർ 2:16. ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവം. ഒന്നാമത് നമ്മൾ പറയുക, ക്രൂശ് നിമിത്തം നമുക്ക് ലഭിച്ചത് ദൈവസമാധാനമാണെങ്കിൽ, ക്രൂശ് നിമിത്തം നമുക്ക് ജീവിതത്തിൽ ലഭിച്ചത് സന്തോഷമാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ സമാധാനം ദൈവം നമുക്ക് ദാനം നൽകിയെങ്കിൽ,
ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ പറയുകയാണ്, എഫേസ്യ ലേഖനം 2:16 ക്രൂശിന്മേൽ വെച്ച് ആ ശത്രുത്വം ശത്രുത്വം എന്ത് ചെയ്തു? ഇല്ലാതാക്കി. സ്തോത്രം. ശത്രുത്വം ഇല്ലാതാക്കി ക്രൂശ് നിമിത്തം. അപ്പൊ നോക്കുക, ക്രൂശിന്റെ അടുത്തൊരു ശക്തി, ക്രൂശിന്റെ മറ്റൊരു വിടുതൽ, ശത്രുത്വം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതാക്കുകയാണ്. അടുത്തത്, അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാൻ. നോക്കുക, ഇരുപക്ഷത്തെയും. ആമേൻ. പാപം ചെയ്തപ്പോൾ അകന്നുപോയി. ആ അകന്നുപോയ നമ്മെ ഇരുപക്ഷത്തിൽ നിന്ന് നമ്മെ ഏക ശരീരത്താൽ, സ്തോത്രം, ഒറ്റ ശരീരത്താൽ, വേറൊരാളവിടെ ഇല്ല, വേറൊരു വ്യക്തി അവിടെ ഇല്ല, ഒരു മീഡിയേറ്റർ അവിടെ, ഒരു മധ്യസ്ഥൻ അവിടെ ഇല്ല, ഒരു വ്യക്തിക്കും അവനത് പങ്കാളിത്തമില്ല. ആമേൻ. ഏക ശരീരത്താൽ. ആരുടെ ശരീരത്താൽ? ക്രിസ്തുവിൻ്റെ ശരീരത്താൽ നമുക്ക് എന്ത് സംഭവിച്ചു? ആമേൻ. അവിടെ എഴുതിയിരിക്കുകയാണ്, ദൈവത്തോടുള്ള നിരപ്പ് സംഭവിച്ചു. സ്തോത്രം. ദൈവത്തോടുള്ള നിരപ്പ് സംഭവിച്ചു. ഒന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണേ. ദൈവത്തോടുള്ള നിരപ്പ് സംഭവിച്ചു. അപ്പോൾ നിരപ്പില്ലാതെ കിടന്ന, ദൈവത്തിൽ നിന്ന് അകന്നുപോയ നമ്മെ ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം സമാധാനവും, ക്രിസ്തുവിൻ്റെ ക്രൂശ് നിമിത്തം ദൈവത്തോടുള്ള നിരപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി. അപ്പോൾ നമ്മൾ ജയാളികളാണ്. നമ്മൾ തകർന്നവരല്ല, നമ്മൾ ഉടഞ്ഞവരല്ല. ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ഒരു നിരപ്പ് പ്രാപിച്ച് കർത്താവിൻ്റെ ക്രൂശ് നിമിത്തം എനിക്ക് കർത്താവിനോടൊരു നിരപ്പുണ്ട്. ഓടിച്ചെന്ന് അപ്പാ പിതാവേ എന്ന് വിളിക്കാനുള്ള പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എൻ്റെ അകത്തിട്ട് തന്നിട്ടുണ്ട്. ആമേൻ. വിശ്വസിക്കുന്ന ഈ മക്കൾ കർത്താവിന് സ്തോത്രം ചെയ്യുക. ൂഢരാഭാര ഹംദര ധരാജന അധികഘടക സൈതന അർത്ഥന അധികഘടക സൈതന. ഇന്ന് പകൽക്കാലം നിരപ്പിൻ്റെ ശക്തി, ആ ദൈവത്തിങ്കിലേക്ക് നമ്മെ നിരപ്പിച്ച ദൈവത്തിൻ്റെ കൃപയുടെ ശക്തി, അത് തിരിച്ചറിയുന്ന ദൈവജന ആത്മാവി സ്തോത്രം ചെയ്യുക. ഇന്ന് പകൽക്കാലം പിശാച് നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയുവാൻ, എടുത്തെറിയുവാൻ, പരാജയപ്പെടുത്തുവാൻ നോക്കുമ്പോൾ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് ചില കുടുംബങ്ങളെ നോക്കി പറയുകയാണ്, ശത്രുത്വം ഇല്ലാതാക്കി ക്രൂശിൽ നിന്ന് നമ്മെ, ക്രൂശിൻ്റെ ശക്തി കൊണ്ട് നമ്മെ നിരപ്പിച്ച, പിതാവിങ്കിലേക്ക് നമ്മെ ഏൽപ്പിച്ച, ഒരു മനസ്സാക്കി തീർത്ത ഏക ശരീരത്തിനായി ദൈവസന്നിധി സ്തോത്രം ചെയ്യണം. യേശു മരിച്ചത് വെറുതെയല്ല, യേശു ക്രൂശിൽ കയറിയത് വെറുതെയല്ല, യേശു നമുക്ക് വേണ്ടി രക്തം തന്നത് വെറുതെയല്ല, യേശു നമുക്ക് വേണ്ടി അടി വാങ്ങിയത് വെറുതെയല്ല. ആമേൻ. അന്യപ്പെട്ടു പോയ പാപികളും ദോഷികളും കൃമികളുമായ ആമേൻ ദൂരസ്ഥരായിരുന്ന നമ്മെ ഏകന്റെ ശരീരത്താൽ ആ പിതാവിങ്കിലേക്ക്, ആ സൃഷ്ടാവിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടതിന് ദൈവത്തിന് മനസ്സ് തോന്നിയെന്ന് ഇന്ന് പകൽ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? ദൈവത്തിന് നമ്മളോട് മനസ്സ് തോന്നിയെന്ന്. അപ്പന് മക്കളോട് ചേർത്ത് വയ്ക്കുന്ന പോലെ പിതാവിനോട് നമ്മെ ചേർത്ത് വയ്ക്കുവാൻ, ക്രിസ്തുവിൻ്റെ ശരീരം കൊണ്ട് വിടുതൽ തരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയെന്ന്, ദൈവത്തിന് ഗിതം തോന്നിയെന്ന്, അത് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുകയാണ്. ഒരു ക്രൂശ് മരണം കൊണ്ട് സംഭവിച്ചത് എന്തൊക്കെയാ പ്രിയരെ? യേശു കർത്താവ് ക്രൂശിൽ മരിച്ചത് അബദ്ധവശാലല്ല. യേശു ക്രൂശിൽ മരിച്ചത് ഹല്ലേലൂയ നിർഭാഗ്യവശാലല്ല. യേശു ക്രൂശിൽ വഹിച്ചത്, ക്രൂശിനെ വഹിച്ചത്, ക്രൂശിൽ കയറിയത് അതൊരു മുൻനിർണയമായിരുന്നു. ഹല്ലേലൂയ. അതൊരു മുൻനിർണയമായിരുന്നു, മുന്നമേ നിർണയിക്കപ്പെട്ടതായിരുന്നു. ഇങ്ങനെയൊക്കെ ആകണമെന്ന്. എപ്പോഴ് ആദം ദമ്പതികൾ പാപം ചെയ്ത് ആമെ ക്രിസ്തു ദൈവത്തിൽ നിന്ന് അകന്നു മാറിയപ്പോൾ, ക്രിസ്തു ആമെ ഭൂമിയിലേക്ക് വരണമെന്നും ഒരു കുഞ്ഞാട് അറുക്കപ്പെടണമെന്നും അത് ദൈവത്തിൻ്റെ നിർണയമായിരുന്നു. ഹല്ലേലൂയ. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകത്തിൽ ആമൻ ആദം ദമ്പതികളോട് പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിൻ്റെ ഫലം എന്ത് ചെയ്യരുത്? തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആദം ദമ്പതികളോട് പറഞ്ഞു.
എന്നാൽ സാത്താൻ ഉപായത്താൽ പാമ്പിൻ്റെ വേഷത്തിൽ തോട്ടത്തിൽ കയറി ചെന്നിട്ട് നിങ്ങളോട് വാസ്തവമായി ഇങ്ങനെ കൽപ്പിച്ചിട്ടുണ്ടോ? എന്ത്? ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുതെന്ന്. ഹവ്വ പറഞ്ഞു, അതെ, വാസ്തവമായി ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. തിന്നുന്നാൾ നിങ്ങൾ മരിക്കുമെന്ന് ദൈവം പറഞ്ഞിട്ടുണ്ട്. സാത്താൻ എന്താ പറഞ്ഞേ? അങ്ങനെയല്ല, നിങ്ങളുടെ കണ്ണ് തുറക്കും, നിങ്ങൾ ദൈവത്തെ പോലെയാകും, അതുകൊണ്ട് നിങ്ങളിത് ഭക്ഷിക്കണം, ദൈവം കള്ളം പറഞ്ഞതാ എന്ന് പറഞ്ഞ് വശീകരിച്ചപ്പോൾ അവർ ആ വിഷത്തിൻ്റെ ഫലം തിന്ന നാളിൽ അവർക്ക് ആത്മീയ മരണം സംഭവിക്കുകയാ. ആത്മീയ മരണം സംഭവിച്ച ആദം ദമ്പതികൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. ആ അകൽച്ച സംഭവിച്ചപ്പോൾ ദൈവം വെയിലാറിയ സമയം തോട്ടത്തിൽ വരിക പതിവായിരുന്നു. എല്ലാ ദിവസവും വെയിലാറുമ്പോൾ പിതാവാം ദൈവം തോട്ടത്തിൽ വരും ആദവിൻ്റെ ഔവയുടെ അടുക്കൽ. ആദവും ഔവയും അപ്പുറത്തും ഇപ്പുറത്തും ഇരുന്ന് തോളി ചാരി ഇരുന്ന കാര്യങ്ങളൊക്കെ പറയുന്ന ഒരു ഭാഗ്യകരമായ ഒരു സാഹചര്യം ഈ ഭൂമിയിലുണ്ടായിരുന്നു. തേജസ് കൊണ്ട് മറയ്ക്കപ്പെട്ട ഹല്ലേലൂയ ഈ ആദം ദമ്പതികൾ യഹോവയുടെ മുമ്പിൽ അടുക്കലിരിക്കുന്ന ഒരു സ്വഭാവമുണ്ടായിരുന്നു. അവർ ദൈവത്തിൽ നിന്ന് കേൾക്കുകയും ദൈവം അവരിൽ നിന്ന് കേൾക്കുകയും ചെയ്യുന്ന ഒരു സമയമുണ്ടായിരുന്നു. പക്ഷെ പാപം ചെയ്തപ്പോൾ തേജസ് നഷ്ടപ്പെട്ടു. തേജസ് നഷ്ടപ്പെട്ടപ്പോൾ അവർ നഗ്നരാണെന്ന് മനസ്സിലായി. അവർ തോട്ടത്തിൻ്റെ പുറത്തേക്ക് പോകേണ്ടി വന്നു. എന്നാൽ വെയിലാറിയ സമയം പാപം ചെയ്ത ഏദൻ ദമ്പതികളെ കാണാതെ വന്നപ്പോൾ അവർ ഒളിച്ചിരുന്ന ദൈവം വരുന്ന കാലൊച്ച കേട്ടപ്പോൾ അവർ ഒളിച്ചിരുന്നു എന്ന് വേദപുസ്തകത്തിൽ കാണുകയാ. അവിടെ ചോദ്യമുണ്ട്, ആദമേ നീ എവിടെ? ആദമേ നീ എവിടെ? ദൈവം ചോദിക്കുക, മോനെ നീ എവിടെയാ? ദൈവത്തിനെ കണ്ടപ്പോൾ അവർ വൃക്ഷത്തിൻ്റെ മറവിൽ മറഞ്ഞിരുന്ന് അത്തിയില കൊണ്ട് അടയാടയുണ്ടാക്കി വസ്ത്രമുണ്ടാക്കി പമ്മിയിരിക്കുമ്പോൾ ദൈവം അവരെ വിളിക്കുകയാ, ആദമേ നീ എവിടെ? എന്നാൽ ആദമിനെയും ഔവയെയും പാപത്തിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ നഗ്നത മറയ്ക്കാൻ വേണ്ടി അവിടെ ഇതാ ഒരാട്ടുംകുട്ടിയെ യഹോവയായ ദൈവം വിളിച്ചു വരുത്തുകയാണ്. ഒരാട്ടുംകുട്ടിയെ യഹോവയായ ദൈവം വിളിച്ചു വരുത്തി അതിൻ്റെ കഴുത്തറുത്ത് അതിൻ്റെ തോലെടുത്ത് അതിൻ്റെ തോലുകൊണ്ട് അവരെ വസ്ത്രം ഉടുപ്പിക്കുകയാണ്. ആ വസ്ത്രം ഉടുപ്പിക്കുമ്പോൾ പിതാവ് അന്ന് കരുതിയതാ തൻ്റെ പുത്രനെ കൊണ്ട് ഈ സാത്താൻ്റെ തലയെ തകർക്കണമെന്ന്. അന്ന് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും. ഇന്ന് പകൽ വിശ്വസിക്ക്, അകന്നുപോയ ജനത്തെ ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുക, ഒരേക ശരീരമായ ക്രിസ്തുവിനെ മനുഷ്യരുടെ ഇടയിലേക്ക് ഹല്ലേലൂയ ചേരിതിരിഞ്ഞു പോയ ജനത്തിൻ്റെ ഇടയിലേക്ക് അയക്കണമെന്ന് ദൈവത്തിന് പ്രസാദം തോന്നി. ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്, സ്ത്രീയുടെ സന്തതിയെ ഭൂമിയിലേക്ക് അയച്ചു. ഒരാട്ടുംകുട്ടിയെ എടുത്തിട്ട് അതിനെ അറുത്ത് അതിൻ്റെ തോലെടുത്ത് വസ്ത്രം ഉടുപ്പിച്ച് അവരുടെ നഗ്നത മറയ്ക്കുന്നത് പോലെ യേശു കർത്താവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് അവനെ ഹല്ലേലൂയ മുറിക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്ത് അവൻ്റെ രക്തവും അവൻ്റെ ശരീരവും നമ്മുടെ വീണ്ടെടുപ്പിന് വേണ്ടി ആക്കി തീർത്ത് ഇവിടെ ഇതാ ശത്രുത്വം ഇല്ലാതെയാക്കി. ദൈവത്തോടും മനുഷ്യനോടും ദൈവത്തോടുള്ള ശത്രുത്വം ഇല്ലാതെയാക്കി. എങ്ങനെ? ഏക ശരീരത്താൽ. ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിടാം, ഏകൻ്റെ ശരീരത്താൽ നിനക്കൊരു വിടുതലുണ്ട്. ഏകൻ്റെ ശരീരത്താൽ നിനക്കൊരു ഉയർച്ചയുണ്ട്. ഏകൻ്റെ ശരീരത്താൽ നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഏകൻ്റെ ശരീരത്താൽ നിന്റെ ശുശ്രൂഷ മാനിക്കപ്പെടും. ഏകൻ്റെ ശരീരത്താൽ നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകും. ഏകൻ്റെ ശരീരത്താൽ ചില ബന്ധനങ്ങൾ അഴിയും. ഏകൻ്റെ ശരീരത്താൽ നിന്റെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടും. അത് വിശ്വസിക്ക്. ഇന്ന് പകൽ ശത്രുത്വം ഇല്ലാതാക്കുന്ന, ശത്രുത്വത്തെ നീക്കുന്ന ഏകൻ്റെ ശരീരത്താൽ എനിക്കും നിനക്കും വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ സ്തോത്രം ചെയ്യട്ടെ. ഇന്ന് പകൽ ശക്തിയോടെ കർത്താവിനെ സ്തുതിക്ക്. ഏകൻ്റെ ശരീരത്താൽ ആത്മാവിൽ ദൈവത്തെ ആരാധിക്ക്. ഈ രക്തം പാപത്തെ നീക്കുന്നതാ. ഈ രക്തം ശരീരത്തെ ശുദ്ധി ചെയ്യുന്നതാ. ഈ രക്തം ദൈവത്തെങ്കിലേക്ക് അടുപ്പിക്കുന്നതാ. ഈ രക്തം സകല പാപവും ശുദ്ധീകരിക്കുന്നതാ. ഈ രക്തം നമ്മെ കഴുകുന്നതാ. ഈ രക്തം നമ്മെ രൂപാന്തരപ്പെടുത്തുന്നതാ. ഈ രക്തം നമ്മെ ശക്തീകരിക്കുന്നതാ. ഈ രക്തം നമ്മെ ബലപ്പെടുത്തുന്നതാ. ഇന്ന് പകൽ ഏകന്റെ രക്തത്താൽ ശത്രുത്വത്തെ ഇല്ലാതാക്കുന്ന, ക്രൂശിനാൽ ശത്രുത്വം ഇല്ലാതാക്കുന്ന ക്രിസ്തുവിന്റെ സ്നേഹത്തിനാൽ ഞാൻ ദൈവസന്നിധി സ്തോത്രം ചെയ്യുകയാണ്. ഹല്ലേലൂയ.
അപ്പോൾ ഒന്നാമത് യേശുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ ഒന്നാമത് നമുക്ക് ലഭിച്ചത് എന്താണ്? സമാധാനമാണ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ക്രൂശീകരണത്തെ നമുക്ക് ലഭിച്ചത് സമാധാനമാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, ഇത് ലോകം തരുന്നത് പോലെയല്ല. സമാധാനം നഷ്ടപ്പെട്ട ആരെങ്കിലും ഇന്ന് പകൽ ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളുടെ ജീവിതത്തിൽ ക്രിസ്തു സമാധാനം കൊണ്ടുവരും. ഹല്ലേലൂയ. നിങ്ങൾ ക്ഷീണിക്കുവാൻ ദൈവം അനുവദിക്കില്ല. നിങ്ങൾ തകർന്നു പോകാൻ ദൈവം അനുവദിക്കില്ല. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളിലേക്ക് കർത്താവ് പകരുകയാണ്. അപ്പോൾ ക്രൂശിലെ രക്തത്തിൻ്റെ ഒന്നാമത്തെ, ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് നടന്ന ഒന്നാമത്തെ വിഷയം സമാധാനമാണെങ്കിൽ, രണ്ടാമത്തെ വിഷയം ശത്രുത്വം ഇല്ലാതാക്കുകയാണ്. ആമേൻ. നമ്മളെ ഒരേപോലെ ആക്കുകയാണ്, ദൈവത്തെങ്കിലേക്ക് നമ്മെ അടുപ്പിക്കുക. എങ്ങനെ? ഏകൻ്റെ ശരീരത്താൽ. ഹല്ലേലൂയ. അടുത്തൊരു വാക്യം കൂടെ വായിക്കുക. ഏകൻ്റെ ശരീരത്താലാണെങ്കിൽ. ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസ് ലേഖനം 2-ാം അധ്യായം 24-ാമത്തെ വാക്യം. 1 പത്രോസ് 2:24. ഹല്ലേലൂയ. നാം പാപം സംബന്ധിച്ച് മരിച്ച്, ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്തിൻ്റെ മറ്റൊരടയാളമാണ് നാം പാപം സംബന്ധിച്ച് മരിച്ചു. നീതിക്ക് ജീവിക്കേണ്ടതിന്. എങ്ങനെ മരിക്കണം? പാപം സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മരിച്ച്. കഴിഞ്ഞുപോയ ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തിലൊരു മരണം സംഭവിക്കണം. ഹല്ലേലൂയ. പാപം ചെയ്തു, നമ്മളെല്ലാവരും പാപം ചെയ്തു. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും ഈ ഭൂമി പാപം ചെയ്തവരാണ്. ആരും പാപം ചെയ്യാത്തവരില്ല. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നീതിമാൻ ആരുമില്ല, ഒരുത്തൻ പോലുമില്ല, എല്ലാവരും കൊള്ളരാത്തവരായി വഴി തെറ്റിപ്പോയി. പക്ഷെ ക്രിസ്തുവിൻ്റെ രക്തം കൊണ്ട്, ക്രിസ്തുവിൻ്റെ ക്രൂശ് മരണം കൊണ്ട് നമ്മുടെ പാപങ്ങളെ അവ കഴുകുകയാണ്. വേദപുസ്തകം പറയുന്നു, നിങ്ങളുടെ പാപം എത്ര കടുംചുമപ്പായിരുന്നാലും അത് ഹിമം പോലെ എന്തു ചെയ്യും? വെളുപ്പിക്കും. ഓർത്ത് നോക്കിയേ, കടുംചുമപ്പായ രക്തത്തെ ഹിമം പോലെ വെളുപ്പിക്കുന്ന ആമേൻ യേശുവിൻ്റെ രക്തം. ഹല്ലേലൂയ. കടും ചുമപ്പായിരുന്ന രക്തം. അപ്പം ആമേൻ ഈ യേശുവിൻ്റെ രക്തത്തെ ആമേൻ നമ്മുടെ രക്തത്തിലേക്ക് ആമേൻ ഒഴിക്കുമ്പോൾ നമ്മുടെ രക്തത്തിൻ്റെയും യേശുവിൻ്റെ രക്തത്തിൻ്റെയും കളർ ഒന്നാണ്. പക്ഷേ പാപത്തെ കഴുകുമ്പോൾ അത് ഹിമം പോലെ വെളുക്കുകയാണ്. ഹല്ലേലൂയ. ഹിമം പോലെ വെളുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ, നോട്ടത്തിൽ, ചിന്തയിൽ, സംസാരത്തിൽ, കൊടുത്തുവാങ്ങലിൽ വന്ന കുറവുകൾ യേശുവിൻ്റെ രക്തത്തിലങ്ങോട്ട് കഴുകുമ്പോൾ നമ്മെ ഹിമം പോലെ വെളുപ്പിച്ചെടുക്കുകയാണ്. വിശ്വസിക്കുന്നൊരു സ്തോത്രം ചെയ്താട്ടെ. ഈ ഓഗസ്റ്റ് മാസം 25-ാം തീയതി ആരാധനയിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽ പറയുന്ന ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേൾക്കണം. യേശുവിൻ്റെ രക്തത്തിൽ കൂടെയുള്ള വിടുതൽ സമാധാനം വരുത്തുന്നത് മാത്രമല്ല, സന്തോഷത്തോടെ ജീവിക്കുക മാത്രമല്ല, ആമേൻ, ശത്രുത്വം ഇല്ലാതാക്കുക മാത്രമല്ല, നമ്മുടെ പാപങ്ങളെ കഴുകുന്ന രക്തം കൂടെയാണെന്ന് വിശ്വസിക്കുന്നവർ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. എത്രവർ പറയും, ഞാനൊരു പാപിയാ, എൻ്റെ ജീവിതത്തിൽ പാപം സംഭവിച്ചിട്ടുണ്ട്, എൻ്റെ നോട്ടം, ചിന്ത, സംസാരം, കൊടുത്തു വാങ്ങലുകളിൽ ജീവിതത്തിൽ പാപം സംഭവിച്ചിട്ടുണ്ട്, പക്ഷേ എൻ്റെ പാപത്തെ കഴുകുവാൻ യേശു എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എൻ്റെ പാപത്തെ കഴുകുവാൻ എൻ്റെ കർത്താവുണ്ടെന്ന്, എൻ്റെ വേദനകളെ അകറ്റുവാൻ എൻ്റെ ദൈവമുണ്ടെന്ന്, എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസം വരുത്താൻ എൻ്റെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന്. അതുകൊണ്ട് തൻ്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം നമുക്ക് ആമേൻ ഇന്ന് പകൽ പാപത്തിൽ നിന്ന് വിടുതൽ, സമാധാനം ലഭിക്കുന്നു. ആമേൻ ശത്രുത്വം ഇല്ലാതാക്കുന്നു. ദൈവത്തിന്റെ കൃപ നമ്മളിൽ വ്യാപരിക്കുന്നു. വിശ്വസിക്കുന്ന വദരം തുറന്ന് സ്തോത്രം ചെയ്താട്ടെ. പത്രോസ് അപ്പോസ്തലൻ പറയുകയാണ്, ആമേൻ ആമേൻ. ഇവിടെ 2-ാം അധ്യായം 24-ാമത്തെ വാക്യം എന്താണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്? നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. എങ്ങനെ ജീവിക്കണം? എങ്ങനെ ജീവിക്കണം? നീതിക്ക് ജീവിക്കണം. പാപം സംബന്ധിച്ച് നമ്മൾ എന്ത് ചെയ്യണം? മരിക്കണം. ജീസസ് എന്നും മരിച്ചുകൊണ്ടിരിക്കണം, എപ്പോഴും മരിച്ചുകൊണ്ടിരിക്കണം, സെക്കൻഡുകളിൽ മരിച്ചുകൊണ്ടിരിക്കണം. എവിടെയാ മരണം? ശരീരമരണത്തെക്കുറിച്ചല്ല, ആത്മീയ മരണത്തെക്കുറിച്ചല്ല, പാപമരണത്തെക്കുറിച്ച്. പാപം നമ്മുടെ ജീവിതത്തിൽ നിന്ന് മരിച്ചു പോകണം. മരിച്ച ഒരു വ്യക്തിയെ പിന്നെ കൊള്ളില്ല. ഹല്ലേലൂയ. എന്നപോലെ
നമ്മളിൽ പൊങ്ങി വരുന്ന പാപത്തെ നമ്മൾ മരിപ്പിക്കണം. പൗലോസിൻ്റെ ഭാഷയിൽ നമ്മളിൽ പൊങ്ങി വരുന്നതായ ഇച്ഛാശക്തികളെ, പാപത്തിൻ്റെ പ്രലോഭനങ്ങളെ നമ്മൾ മരിപ്പിക്കണം. ഇവിടെ പത്രോസ് പറയുകയാ, പാപം സംബന്ധിച്ച് നിങ്ങൾ മരിച്ച് പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കണം? നീതിക്ക് ജീവിക്കണം. സ്തോത്രം. അപ്പോൾ പാപമുള്ളപ്പോഴാണ് നീതി ഇല്ലാതെ വരുന്നത്. നീതി കിട്ടാത്തത് എവിടെയാണ്? പാപമുള്ളിടത്താണ്. വക്രതയും ചതിയും വഞ്ചനയും ഉള്ളിടത്താണ് നീതിയില്ലാത്തത്. പക്ഷെ ആ പാപം മരിക്കുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് എന്തുണ്ടായി വരുന്നു? നീതി ഉണ്ടായി വരികയാണ്. ഹല്ലേലൂയ. കർത്താവ് ആഗ്രഹിക്കുന്ന നമ്മൾ പാപത്തിൽ ജീവിക്കണമെന്നല്ല, കർത്താവ് ആഗ്രഹിക്കുന്ന പാപത്തിൽ മരിക്കണമെന്നാണ്. കർത്താവ് ആഗ്രഹിക്കുന്ന ഏക ശരീരം നമുക്ക് വേണ്ടി ഒഴുക്കിയത്, ഏക ശരീരം ക്രൂശിൽ കയറിയത്, ഏക ശരീരത്തിൽ നിന്ന് രക്തം പുറപ്പെടുവിച്ചത് നമ്മൾ പാപത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല, നമ്മൾ പാപത്തിൽ വസിക്കാൻ വേണ്ടിയല്ല, നമ്മൾ പാപത്തിൽ മരിക്കാൻ വേണ്ടിയാ. ഒരുമിച്ച് സ്തോത്രം ചെയ്തേ. എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകോ? ഹല്ലേലൂയ. പാപത്തിൽ മരിക്കാൻ വേണ്ടി കർത്താവ് നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞത്. എന്നാൽ കർത്താവിൻ്റെ വചനം പറയുക, നമ്മൾ മരിക്കേണ്ടത് പാപത്തിലാണെങ്കിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞ് ഒരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞ് നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്. മരിച്ച് നമ്മൾ ഈ ലോകത്ത് നിന്ന് പോകുകയല്ല, നമ്മൾ മരണാനന്തര ജീവിതമുണ്ട്. ആ ജീവിതം മരിച്ചു കഴിഞ്ഞ ശേഷം, പാപം നമ്മൾ ജീവിതത്തിൽ മരിച്ചു കഴിഞ്ഞ ശേഷം പിന്നെ നമ്മൾ ജീവിക്കേണ്ടത് നീതിക്കാണ്. ഹല്ലേലൂയ. പത്രോസ് പറയുക, നീതിക്ക് ജീവിക്കണം. നീതിക്ക് ജീവിക്കുന്ന ആളുകളെ കണ്ടറിയാം. തല പോയാലും അവർ വാക്കും മാറ്റത്തില്ല. ഹല്ലേലൂയ. അവർ നീതിക്ക് നിൽക്കും. ചില ആളുകൾ നമ്മൾ കണ്ടിട്ടില്ലേ? എന്ത് പ്രശ്നം വന്നാലും ചിലപ്പോൾ കുറ്റാരോപിക്കപ്പെടാം, തള്ളപ്പെടാം, നിന്ദിക്കപ്പെടാം, പരിഹസിക്കപ്പെടാം, ഒറ്റപ്പെടൽ അനുഭവിക്കാം. എന്താ കാര്യം? നീതിക്ക് നിന്നതുകൊണ്ട്. ഹല്ലേലൂയ. വളച്ചു കെട്ടാഞ്ഞതുകൊണ്ട്, മനസ്സ് മാറ്റാഞ്ഞതുകൊണ്ട്, സ്വഭാവത്തിന് വ്യതിയാനം വരാഞ്ഞതുകൊണ്ട്, നീതിക്ക് നിൽക്കാൻ വേണ്ടി മനുഷ്യൻ ആഗ്രഹിക്കുന്നവർ ഈ ഭൂമിയിലുണ്ട്. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് പകൽ ആത്മാവിൽ ഞാൻ പറയാ, ഒരു ദൈവത്തിൽ എങ്ങനെ ജീവിക്കണം? നീതിക്ക് ജീവിക്കണം. തല പോയാലും നീതിക്ക് വേണ്ടി ജീവിക്കണം, സത്യത്തിന് വേണ്ടി ജീവിക്കണം. അതാണ് യഥാർത്ഥ ദൈവത്തിൻ്റെ പൈതൽ. ഇന്ന് രാവിലെ ഞാൻ ആത്മാവിൽ പറയാ, സാഹചര്യത്തിന് ഒത്തവണ്ണം വാക്കുമാറ്റുന്ന, സ്വഭാവം മാറ്റുന്ന ഒരു ജീവിതമല്ല നമുക്കുണ്ടാകേണ്ടത്. നമ്മൾ പാപത്തെ മരിപ്പിക്കണം, നീതിക്ക് നമ്മൾ ജീവിക്കണം. ഹല്ലേലൂയ. പത്രോസ് പറയുകയാ, പാപത്തിൽ മരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം? നീതിക്ക് ജീവിക്കണം. അടുത്തത്, അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട്. കർത്താവ് എന്ത് ചെയ്തു? അവന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടുപ്പിനാൽ നിങ്ങൾക്ക് സൗഖ്യം. നോക്കിക്കേ, ക്രൂശിന്മേൽ കയറി. യേശു ചുമ്മാ കയറി ക്രൂശിൽ കയറുകയല്ലായിരുന്നു. ഈ ലോകമാനവ ജാതിയുടെ പാപത്തെ മുഴുവനും, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ശരീരത്തിലേക്ക് വഹിച്ചു. സഹോദരൻ, ഹല്ലേലൂയ. ഒരു ചുമട്ടുതൊഴിലാളി ചുമന്നുകൊണ്ട് പോകുന്നത് പോലെ നമ്മൾ കണ്ടില്ലേ? ചുമട്ടുതൊഴിലാളികൾ തലയിൽ വെച്ചുകൊണ്ട് ചുമന്നുകൊണ്ട് പോകുന്ന കണ്ടിട്ടില്ലേ? ഒരു വസ്തു ചുമന്നുകൊണ്ട് പോകുകയാണ്, അതിനെ ചുമന്നുകൊണ്ട് പോകുകയാണ്, പരാശ്രയം കൂടാതെ ഒറ്റയ്ക്ക് തലയിലോട്ട് വെച്ച് അതിനെ എടുത്തുകൊണ്ട് പോകുകയാണ്. എന്നതുപോലെ ഈ ലോകത്തിൻ്റെ പാപം മുഴുവനും, എൻ്റെ പാപം, നിങ്ങളുടെ പാപം മുഴുവനും കർത്താവ് വഹിച്ചു, തൻ്റെ ശരീരത്തിൽ വഹിച്ചു. പാപം ചെയ്യാത്തവൻ പാപത്തെ വഹിച്ചു. അവൻ്റെ പാപമല്ല, നമ്മുടെ പാപം. ആമേൻ. എന്നിട്ട് പാപത്തെ വഹിച്ചു. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, പാപത്തെ വഹിച്ചിട്ട് ക്രൂശിൽ കയറി. ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു, ക്രൂശിൽ കയറുന്നവൻ അല്ലെങ്കിൽ മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനെന്ന് ഗലാത്യ ലേഖനത്തിൽ പറയുന്നു. മരത്തിൽ തൂങ്ങുന്നവൻ ആരാണ്? ശപിക്കപ്പെട്ടവൻ എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. അപ്പോൾ യേശു മരത്തിൽ തൂങ്ങി. അല്ലെങ്കിൽ ക്രൂശ് മരണം. ക്രൂശ് എന്ന് പറയുന്ന മരമാണ്. ആ മരത്തിലാണ് കർത്താവിനെ തൂക്കിയത്. ഹല്ലേലൂയ. അപ്പോൾ വഹിച്ചു നമ്മുടെ പാപങ്ങൾ, നമ്മുടെ ഓരോരുത്തരുടെ പാപങ്ങൾ കർത്താവ് തൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ട് ആ ക്രൂശിൽ കയറി ശാപം ഏറ്റുവാങ്ങി. എന്തിന്? നാം ശപിക്കപ്പെടാതിരിക്കാൻ, നമ്മൾ പാപികളായി മാറാതിരിക്കാൻ,
നാം നീതിക്ക് ജീവിക്കേണ്ടതിന്, നമ്മൾ ക്രിസ്തുവിൻ്റെ സന്തോഷം നമ്മളിൽ ഉണ്ടാകേണ്ടതിന്, ക്രിസ്തു നമ്മുടെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ക്രൂശിന്മേൽ കയറി ശാപഗ്രസ്തനായി മാറി ശാപം ഏറ്റുവാങ്ങി എൻ്റെയും നിങ്ങളുടെയും ശാപം ക്രൂശിൽ വഹിച്ചു. അവൻ ക്രൂശിതനായി. അതുകൊണ്ട് നമുക്ക് ഇന്ന് പകൽ വിശ്വസിക്കാൻ കഴിയണം, ഇനി നമ്മുടെ മേൽ ശാപമില്ല, നമ്മുടെ മേൽ ഹല്ലേലൂയ ശാപത്തിന് അധികാരമില്ല, തകർന്നു പോകാൻ അനുവദിക്കില്ല. കാരണം ക്രൂശിൽ കർത്താവ് നമുക്ക് വേണ്ടി ജയാളിയായി തീർന്നു. അത്രയ്ക്ക് വിശ്വസിക്കാൻ കഴിയും. ഹല്ലേലൂയ. ഞാൻ ഇന്ന് രാവിലെ ഈ വേദഭാഗമാണ് വായിച്ചത്. എന്നോട് കർത്താവ് കൃത്യമായി സംസാരിച്ച 1-2 ദൈവിക ദൂതുകളാ ഞാൻ നിങ്ങൾക്ക് കൈമാറിയത്. അങ്ങനെങ്കിൽ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ, ആത്മാവിൻ്റെ നിറവ് ഞാൻ പറയാ, എന്തിനാണ് കർത്താവ് തൻ്റെ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് നമുക്ക് വിടുതൽ കിട്ടിയത്? ഒന്ന്, തൻ്റെ ക്രൂശ് മരണത്താൽ നമുക്ക് എന്ത് കിട്ടി? സമാധാനം കിട്ടി. 2, ശത്രുത്വം എന്താക്കി? ഇല്ലാതെയാക്കി. 3, എന്താണ് സംഭവിച്ചത്? നമ്മുടെ പാവങ്ങളെ അവൻ ചുമന്നു, ക്രൂശിന്മേ കയറി. നമുക്ക് നീതി കർത്താവ് നൽകി, പാപത്തെ മരിപ്പിക്കുവാനുള്ള അഭിഷേകം നമ്മുടെ മേൽ നൽകി, നമ്മളെ നീതിക്ക് കർത്താവാക്കി. വിശ്വസിക്കുന്നെങ്കിൽ സ്തോത്രം ചെയ്താട്ടെ. കൊലോസ്യലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം, അടുത്തൊരു വാക്യം കൂടെ വായിക്കുക. കൊലോസ്യലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം, ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച അതിപ്രധാനമായ മറ്റൊരു കാര്യമാണ് അവിടെ എഴുതി കാണിച്ചിരിക്കുന്നത്. കൊലോസ്യർ 2:14. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായി പ്രതികൂലവുമായിരിക്കുന്ന കൈയെഴുത്ത് മായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് എന്ത് ചെയ്തു? നീക്കിക്കളഞ്ഞു. അപ്പോൾ അടുത്തതായ ക്രൂശ് മരണത്തിൽ ഉണ്ടായ ഒരു അനുഗ്രഹം എന്താണ്? നമുക്ക് വിരോധമായി കൈയെഴുത്ത് ക്രൂശിൽ തറച്ചു. സ്തോത്രം. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് വിരോധമായി പിശാച് എഴുതി വെച്ച ചില കൈയെഴുത്തുകളുണ്ട്. എനിക്ക് വിരോധമായി പിശാച് എഴുതി വെച്ച ചില കൈയെഴുത്തുകളുണ്ട്. എന്താണ് വിരോധമായി എഴുതിയ കൈയെഴുത്ത്? നീ നശിക്കണം, നിന്റെ കുടുംബം ഗതി പിടിക്കല്, നിന്റെ തലമുറ വിടുവിക്കപ്പെടല്, നിനക്കൊരു നന്മ ഉണ്ടാകരുത്, നിന്റെ ജീവിതത്തിൽ ഉയർച്ച വരരുത്, നിന്റെ ഭവനത്തിൽ സമാധാനം ഉണ്ടാകരുത്. ക്രൂശിൽ എന്നാൽ ഇന്ന് പകൽ ആത്മാവ് ശക്തമായി പറയുന്നു, യേശു കർത്താവ് ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമുക്ക് വിരോധമായി എഴുതിയ കൈയെഴുത്തുകളെ കർത്താവ് മായ്ച്ചു കളഞ്ഞു. അത് ക്രൂശിൽ തറച്ചു വെച്ചു. ഇന്ന് മകൾ വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? നിന്റെ ജീവിതത്തിൽ സ്വസ്ഥത വരരുത്, നീ കടം കയറി മുടിയണോ, നീ രോഗിയായി മരിക്കണോ, നീ നിന്ന വിഷയമായി മാറണോ, നിന്റെ തലമുറ വഴിതെറ്റി പോകണോ, നിന്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാകരുത്, നിന്റെ ശുശ്രൂഷ തകരണോ എന്ന് പറഞ്ഞ് പിശാച് ചില കൈയെഴുത്ത് നിന്നെ നോക്കി എന്നെ നോക്കി എഴുതി വെച്ചിരിക്കുമ്പോ ഇന്ന് പകൽ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ അതിനെ ക്രൂശിൽ തറച്ച് ജയോത്സവം കൊണ്ടാടിയ ദിവസമാണിന്ന്. പിശാചിന്റെ ആഗ്രഹം നിന്റെ കുടുംബം തകരണമെന്നാ. ജീസസ് കൈയെടുത്ത് എഴുതി വെച്ചിരിക്കുകയാ. നമ്മൾ പറയണില്ലേ തലവിധി എന്നൊക്കെ പറയാറില്ലേ? ഹല്ലേലൂയ. തലയെടുത്ത് ചില സാഹചര്യം പറയാറില്ലേ, അയ്യോ ഇതുപോൾക്ക് തലയെടുത്ത് ആർക്കും എന്ത് ചെയ്യരുത് ഉണ്ടാകരുതെന്നൊക്കെ പറയാറില്ലേ? തലയെഴുത്ത്. ഇവിടെ ഇതാ പരിശുദ്ധാത്മ പറയുകയാ, നിനക്ക് വിരോധമായി കൈയെഴുത്ത് എഴുതി പിശാച്. ആ ദൂതം ഏറ്റെടുത്തു പോ. ഇന്ന് പകൽക്കാലം വിടുതലാ, ഇന്ന് പകൽക്കാലം വിടുതലാ. എന്താ പിശാച് നിന്നെ നോക്കി എഴുതി വെച്ചേ? ചിലര് നമ്മെ നോക്കി ചിലത് എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. ചിലത് നമ്മുടെ കുടുംബത്തെ നോക്കി ചിലത് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ വരെ ഉള്ളൂ, ഇങ്ങനെ ആകാവൂ എന്ന ക്രൂശിൽ ആ കൈയെടുത്ത് പൊളിച്ചു കളയുകയാ. ആ ക്രൂശിൽ ആ കൈയെടുത്ത് തകർത്ത് കളയുക. ശൂടാര, നിന്റെ ഭർത്താവിനെ നോക്കി, നിന്റെ കൊച്ചുങ്ങളെ നോക്കി, നിന്റെ ജോലിയെ നോക്കി, നിന്റെ കുടുംബജീവിതത്തെ നോക്കി, നിന്റെ സാമ്പത്തിക മണ്ഡലത്തെ നോക്കി, നിന്റെ സഭയെ നോക്കി പിശാച് എഴുതി വെച്ച കൈയെഴുത്തിനെ ദൈവം പൊളിച്ചു കളയുകയാ. സ്തോത്രം ചെയ്ത് ആത്മാവിൽ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചോ.
ഇന്ന് പകൽ കർത്താവിന്റെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് പിശാച് എഴുതിയ രേഖ ദൈവം തിരുത്തുകയാ. ഹല്ലേലൂയ. പിശാച് എഴുതിയ രേഖ ദൈവം തിരുത്തുകയാ. ഒരിക്കൽ നവോമിക്ക് നേരെ രേഖ എഴുതി പിശാച്. 2 കുഞ്ഞുങ്ങൾ മരിച്ചു, ഭാര്യയും ഭർത്താവും മരിച്ചു, 2 ആമ്പിള്ളാരും മരിച്ചു. പിശാച് രേഖ എഴുതി വിധവ. പിശാച് രേഖ എഴുതി അനാഥ. പക്ഷേ അവൾ തിരിച്ച് തൻ്റെ മോവാബ് പട്ടണത്തിലേക്ക് അവൾ തിരിച്ചു വന്നു. അവിടെ കൂടെ കൂടിയ രൂത്തിനെയും അവൾ ചേർത്ത് വെച്ചു. പക്ഷെ പിന്നീട് ആ പുസ്തകം അവസാനിക്കുമ്പോൾ കാണാൻ കഴിയുന്നു, നവോമിക്കൊരു കുഞ്ഞ് ജനിച്ചു. അനാഥ എന്ന് പറഞ്ഞ സ്ഥാനത്ത്, തകർന്നു എന്ന് പറഞ്ഞ സ്ഥാനത്ത്, ഒറ്റപ്പെട്ടു എന്ന് പറഞ്ഞ സ്ഥാനത്ത്, വിധവ എന്ന് പറഞ്ഞ സ്ഥാനത്ത് ഇന്ന് പകൽക്കാലം ഒരു തലമുറയെ കൊടുത്ത് ആ കുടുംബത്തിൻ്റെ പേര് ദൈവം തിരുത്തി എഴുതിയെങ്കിൽ ഇന്ന് പകൽ കൈയെഴുത്തിനെ തിരുത്തുന്ന ദൈവമുണ്ട്. സഹോദരാ, നിന്റെ സ്ഥിതി മാറുന്ന ദിവസമാ, നിന്റെ അവസ്ഥ മാറുന്ന ദിവസമാ, നിന്റെ സാഹചര്യങ്ങൾക്ക് വ്യത്യാസം വരുന്ന ദിവസമാ. വിശ്വസിച്ച് നീ ആമേൻ പറഞ്ഞ് ഈ ദൂതിനെ ഏറ്റെടുക്ക്. എന്നും ഇങ്ങനെ ഇരിക്കാൻ ദൈവം അനുവദിക്കില്ല. നിന്റെ സ്റ്റേജ് മാറൂ, നിന്റെ സ്ഥിതി മാറും. നിന്നെ ദൈവം കൈവിടുകയില്ല, ദൈവം നിന്നെ ഉപേക്ഷിക്കുകയില്ല. ഇന്ന് പകൽ കൈയെഴുത്തിനെ വായിക്കുന്ന ക്രൂശിലെ രക്തത്താൽ ജയം പ്രാപിച്ച് നീ മുന്നേറുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരെ കുറിച്ച് പിശാച് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. എന്നെ കുറിച്ച് പിശാച് എഴുതി വെച്ചെന്നറിയാമോ? ഞാൻ ശുശ്രൂഷയെ ശോഭിക്കരുത്, ജീവിതത്തിൽ സന്തോഷം അനുഭവിക്കരുത്, നന്മയുണ്ടാകരുത്, പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്ക് മറുപടി ഉണ്ടാകരുത്, നശിക്കണം എന്ന് പിശാച് എഴുതി വെച്ചിരിക്കുക. നിങ്ങളെക്കുറിച്ചും അങ്ങനെ പിശാച് എഴുതി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അവനെതിരായി നിൽക്കുന്നവരെ കുറിച്ചൊക്കെ പിശാച് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ കർത്താവ് ക്രൂശി കയറിയതോടുകൂടെ ആരൊക്കെ നമുക്ക് വിരോധമായി എന്തൊക്കെ എഴുതിയാലും അതിനെ മായ്ച്ചു കളയുന്ന ദൈവശക്തി, അതിനെ മായ്ച്ചു കളയുന്ന ദൈവശക്തി, ഇന്ന് പകൽ അതിനെ എഴുതി തള്ളുന്ന ദൈവശക്തി.